Good morning, all. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Good morning, ma'am. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കി ഞാൻ കുറെ ദിവസമായില്ലേ കണ്ടിട്ട്. കഴിഞ്ഞ മൺഡേ കണ്ടതാണല്ലേ? Yes, ma'am. നോക്കിയോ? കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ നോക്കിയോ? മറന്നുപോയോ? Yes, ma'am. നോക്കിയായിരുന്നു. നോക്കിയായിരുന്നു. നോക്കി. ചാപ്റ്റർ എങ്ങനെയുണ്ട്? ഒരു വലിയ ചാപ്റ്റർ ആണല്ലേ? എല്ലാ മിസ്സുമാരും കൂടി എടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഓരോ സെക്ഷൻ എഴുതിയൊക്കെ വെച്ച് പഠിക്കുക കേട്ടോ, മിസ്സുമാർ എടുക്കുന്നതിനനുസരിച്ച്. നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ എല്ലാവരും. മാനേജറിയൽ അപ്രോച്ചസ് ഫോർ ഇമ്പോർട്ടന്റ് മോട്ടിവേഷൻ വരെയാണോ മിസ് എടുത്തത്? ആതിര മിസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തോ? അത് സ്റ്റാർട്ട് ചെയ്യണം മിസ്. സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ഓക്കെ, തുടങ്ങാം നമുക്ക്. ഇതിൽ ഒരുപാട് തിയറീസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ, കുറെ തിയറീസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാം നോട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. നിങ്ങൾ പഠിക്കുക, എക്സാമിന് അല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കേ. നെക്സ്റ്റ് പറയുന്നത് മാനേജറിയൽ അപ്രോച്ചസ് ഫോർ ഇമ്പോർട്ടന്റ് മോട്ടിവേഷൻസ് അല്ലെ? എന്താണ് നമ്മുടെ മോട്ടിവേഷൻസ് അല്ലെ? വേണ്ടിയിട്ടുള്ള മാനേജറിയൽ അപ്രോച്ചസ്, മാനേജേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള സമീപനങ്ങൾ എന്തെല്ലാമാണ്? There are several approaches that can help managers inspire workers to perform more effectively. എന്താണ് നമ്മുടെ വർക്കേഴ്സിന് അല്ലെ, നമ്മുടെ മാനേജേഴ്സിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ? ആണോ? ഉണ്ട്. അപ്പൊ ആ ഒരു വർക്കേഴ്സിനെ ഇൻസ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ മാനേജേഴ്സിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് അപ്രോച്ചസുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. However, two methods have been especially effective. ഈ ഒരുപാട് മെത്തേഡുകളിൽ നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള, കാര്യക്ഷമമായിട്ടുള്ള എന്താണ് മെത്തേഡുകളാണ് like pay to the job performance and the quality of work life program അല്ലെ? നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള സാലറി കിട്ടാം, പേയ്മെന്റ് കിട്ടാന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻസ്പയർ ചെയ്യോ, നമ്മുടെ മോട്ടിവേഷൻ ചെയ്യോ അല്ലേ? ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, എനിക്ക് ജോലിക്കുള്ള ശമ്പളം തരുന്നുണ്ട് അല്ലെ, പേയ്മെന്റ് അവര് നൽകുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ആ ജോലി ചെയ്യാൻ ഒരു എക്സ്ട്രാ നമുക്ക് എന്താണ് ഒരു താല്പര്യം ഉണ്ടാവും അല്ലെ, ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആണോ? ഉണ്ടാവും. അപ്പൊ എന്താണ് ഫസ്റ്റ് പറയുന്നത് ലൈക്ക് പേ ടു ദി ജോബ് പെർഫോമൻസ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ് ക്വാളിറ്റി ഓഫ് ദ വർക്ക് ലൈഫ് പ്രോഗ്രാംസ് അല്ലെ? എന്താണ് നമ്മുടെ ആ ഒരു ജോലിയുടെ എന്താണ് ഗുണനിലവാരമുള്ള പരിപാടി അല്ലെ? നമുക്ക് നമ്മുടെ ആ ഒരു രീതി, നമുക്ക് ജോബ് ടൈമിംഗ് ഉണ്ട് അല്ലെ? ആണോ? അല്ലേ? ജോലി ചെയ്യണമെങ്കിൽ ഓഫീസിൽ നമുക്ക് ടൈമിംഗ് ഉണ്ടോ? അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണെങ്കിലോ നമുക്ക് എങ്ങനെയാണ്? ട്രഡീഷണൽ മോഡൽ എങ്ങനെയാണ്? നമുക്ക് ആഴ്ചയിൽ 6 ദിവസം ജോലി ഇല്ലേ? അല്ലെങ്കിൽ ഒരു 8 ദിവസം എന്താണ് 8 മണിക്കൂർ ജോലി, അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ട് കണ്ടുവരുന്നത്? സൺഡേ അവധി, മറ്റേ 6 ദിവസം നമുക്ക് ജോലി. ആ ഒരു 6 എന്നുള്ളത് നമുക്ക് ഒരു 12 മണിക്കൂർ വെച്ച് നമ്മൾ ഒരു 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം വർക്ക് ചെയ്ത് നമുക്കൊരു ബാക്കി ഒരു 3 ദിവസം നമുക്ക് ഓഫ് ആണെങ്കിലോ നിങ്ങൾ ഹാപ്പി ആണോ? മോർ ബെനിഫിറ്റ്സ്, നിങ്ങൾ ഹാപ്പി ആണ് അല്ലെ? മോർ ബെനിഫിറ്റ്സ് കിട്ടാം. നമുക്ക് എന്താണ് ബാക്കി ദിവസങ്ങള് നമുക്ക് ഏതെങ്കിലും വേറെ രീതിയിൽ അത് നമുക്ക് ഉപകാരപ്രദമാക്കാം അല്ലെ? യൂട്ടിലൈസ് ചെയ്യാലോ, യൂട്ടിലൈസ് ചെയ്യാം. ഈ പഠിക്കുന്ന കുട്ടികൾ കണ്ടിട്ടില്ലേ, അവരെന്ത് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? അവര് ബാക്കി സമയത്ത് അല്ലെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട് അല്ലെ?
അത് അവർക്ക് ഇൻട്രസ്റ്റ് ആണ്. എന്താണ്, അവർക്ക് പഠിക്കാനുള്ള സാലറി അവർക്ക് ലഭിക്കുന്നുണ്ടോ? ബാക്കി സമയത്ത് അവർക്ക് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള സാലറി കിട്ടുന്നുണ്ട് അല്ലെ? അതൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് പറയുന്നത്, എന്താണ് ജോബ് റീഡിസൈൻ ചെയ്യുക. നമ്മുടെ സ്കില്ലുകൾക്കും നമ്മുടെ എബിലിറ്റീസിനനുസരിച്ച് നമ്മുടെ തരുന്ന റെസ്പോൺസിബിലിറ്റി വീണ്ടും ഒന്ന് റീഡിസൈൻ ചെയ്ത് തരികയാണെങ്കിലോ നമ്മുടെ ആ ഒരു വർക്ക് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ? നമുക്ക് ആ ജോലിയോടൊരു ആത്മാർത്ഥത തോന്നുന്നുണ്ട് അല്ലെ? ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക, ഇതൊക്കെയാണ് രണ്ട് മെത്തേഡ് നമ്മൾ എന്താണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അവരെ ഇൻസ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മാനേജേഴ്സിനെ യൂസ് ചെയ്യാൻ കഴിയുന്ന രണ്ട് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡുകള്. ഓക്കെ ആണോ? ഇതിൽ ഓരോന്നിനും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒന്നുകൂടി പറഞ്ഞതേ, വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ദ ഫോളോയിങ് സ്റ്റെപ്സ് പ്രൊമോട്ട് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അല്ലെ? നമ്മുടെ ഇൻട്രിൻസിക് മോട്ടിവേഷൻസ് പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെ, പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളാണ് നെക്സ്റ്റ് പറയുന്നത്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്തരിക അല്ലെ, എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു വർക്കിനോട് ഒരു താല്പര്യം ഉണ്ടാവുക അല്ലെ, മോട്ടിവേഷൻ വരാം. ആണോ? ആണ് അല്ലെ? അപ്പൊ അതിനുള്ള സ്റ്റെപ്പുകളാണ് നെക്സ്റ്റ്. എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറമേ നിന്ന് ലഭിക്കുന്ന മോട്ടിവേഷൻസ് ആണ്. പണിഷ്മെന്റുകള്, അതല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള റിവാർഡുകൾ തരാം അല്ലെ? ആണോ? അത് മോട്ടിവേഷൻസ് ആണ് അല്ലെ? അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു സെൽഫ് ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതിനുള്ള സ്റ്റെപ്പുകളാണ് പറയുന്നത്. നെക്സ്റ്റ് ഫസ്റ്റത്തെ വരുന്നത് ഓർഗനൈസേഷൻ ബിഹേവിയർ മോഡിഫിക്കേഷൻസ്. നമ്മുടെ ഓർഗനൈസേഷന്റെ ആ ഒരു ബിഹേവിയറിലുള്ള, പെരുമാറ്റത്തിലുള്ള പരിഷ്കരണങ്ങൾ. എന്താണ്? നമ്മുടെ ഹാജര്, കൃത്യനിഷ്ഠത, പിന്നെന്താണ് ജോലിയുടെ ആ ഒരു ഗുണനിലവാരം മെച്ചപ്പെടുത്തുക. അതൊക്കെയാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ മോഡിഫിക്കേഷനിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് അല്ലെ? എന്താണ്? നമ്മുടെ ലക്ഷ്യങ്ങൾ അനുസരിച്ചുള്ള മാനേജ്മെന്റ്. അതെന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? ഒരു പ്രകടന മാനേജ്മെന്റ് ടെക്നിക്സ് ആണ്. നമ്മുടെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യിക്കുന്നതിനുള്ള ഒരു ടെക്നിക്സ് ആണ് ഈ ഒരു മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, MBO എന്ന് പറയുന്നത്. ഇതില് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മാനേജർമാരും ജീവനക്കാരും അവർ ഒരുമിച്ച് നിന്ന് അവരുടെ രണ്ടുപേരുടെ സഹകരണത്തോടു കൂടി ഒരു നിശ്ചിത കാലയളവിലേക്ക്, ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ ആവശ്യമായിട്ടുള്ള ഗോൾസുകൾ അവരും രണ്ടുപേരും കൂടി, ഇരു കൂട്ടരും കൂടി സെറ്റ് ചെയ്യാം. അപ്പൊ എന്താണ് അവിടെ നമ്മുടെ വർക്കേഴ്സിന് എന്താണ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട് അല്ലെ? അവരുടെ താല്പര്യം കൂടി കണക്കിലാക്കുന്നുണ്ട്. അവര് ഇതാക്കുന്നുണ്ടോ? നമ്മുടെ ഇൻട്രസ്റ്റുകളും കൂടി അല്ലെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗോൾ സെറ്റ് ചെയ്യുക. വ്യക്തവും എന്താണ് നമുക്ക് അളക്കാവുന്നതുമായിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങളോട് ചോദിക്കാണ് എക്സാം എന്ന് വെക്കണം, നിങ്ങൾക്ക് ഇനി റിവിഷൻ വേണോ അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഒരു താല്പര്യം വരുന്നുണ്ടോ? നിങ്ങൾ ഹാപ്പിയാണ് അല്ലെ? ആണോ? നിങ്ങളുടെയും കൂടി ഒപ്പീനിയൻ ഞങ്ങൾ എടുക്കുന്നുണ്ട് അല്ലെ? നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ആണോ? നിങ്ങൾക്ക് സ്റ്റഡി ലീവ് എത്ര വേണം അല്ലെ? സ്റ്റഡി ലീവ് എത്ര വേണം അല്ലെ? അതൊക്കെ ചോദിച്ച് അതിനനുസരിച്ച് അല്ലെ? അപ്പൊ എന്താണ് ഓരോ മാനേജർമാരും എന്താണ് ജീവനക്കാരും ഒരുപോലെ കോപ്പറേറ്റീവ് ചെയ്ത് അല്ലെ സഹകരിച്ച് ഒരു നിശ്ചിത കാലയളവിലേക്ക് വേണ്ട എന്താണ് വ്യക്തവും അളക്കാവുന്നതുമായിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുന്നു. അതാണ് MBO, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ജോബ് റീഡിസൈൻ ചെയ്യാം. ജോബ് എന്താണ്? പുനഃരൂപകൽപ്പന ചെയ്യുക അല്ലെ? റീഡിസൈൻ ചെയ്യുക. എന്താണ്? നമ്മുടെ ജീവനക്കാരുടെ മോട്ടിവേഷൻസ് അല്ലെ, പ്രചോദനം
വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ ജോലിയുടെ ഗുണനിലവാരം ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനു വേണ്ടി നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ റെസ്പോൺസിബിലിറ്റീസും അവിടെ ഉത്തരവാദിത്തങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ് പുനഃക്രമീകരിക്കുന്നു. അവരുടെ സ്കില്ലുകൾക്ക് അനുസൃതമായിട്ട്, അവരുടെ എബിലിറ്റീസിന് അനുസൃതമായിട്ട്, അവരുടെ എന്താണ് കഴിവുകൾക്ക് അതനുസൃതമായിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ പുനഃക്രമീകരിക്കുന്നതിനെയാണ് ജോബ് റീഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ ആണത്? നെക്സ്റ്റ് പറയുന്നത് ഓൾട്ടർനേറ്റീവ് വർക്ക് ഷെഡ്യൂൾസ്. എന്താണ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വർക്ക് ഷെഡ്യൂൾ കൊടുക്കുക? മിസ് നേരത്തെ പറഞ്ഞ പോലെ 8 മണിക്കൂർ അല്ലെങ്കിൽ ആഴ്ചയിൽ 6 ദിവസം എന്നുള്ള ജോലി എന്ത് ചെയ്യാം? നമ്മ ആഴ്ചയിൽ 4 ദിവസം 10 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യാം. ബാക്കി ഒരു 3 ദിവസം നമുക്ക് ഓഫ് വരാം. എന്താണ് നിങ്ങൾ ഹാപ്പിയാണ് അല്ലേ? അവർക്ക് എന്ത് കിട്ടി? ആ ഒരു ആഴ്ചക്കലത്തേക്ക് വേണ്ട ജോലി ആ ഒരു എംപ്ലോയി ചെയ്തതും കഴിഞ്ഞു അല്ലെ? ആണോ? ബാക്കി 3 ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അത് ഉപകരിപ്പിച്ചൂടെ? നിങ്ങൾക്ക് പഠിക്കാൻ പോവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കിന് പോവാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അതല്ലെങ്കിൽ ചിലരെന്താണ് ഇപ്പൊ വർക്ക് ഫ്രം ഹോം ചെയ്യാറുണ്ട് അല്ലെ? ചിലര് വർക്ക് ഫ്രം ഹോം ചെയ്യാറുണ്ട്. അതെന്താണ്? വർക്ക് ഷെഡ്യൂൾ, ഓൾട്ടർനേറ്റീവ് വർക്ക് ഷെഡ്യൂൾസ് അല്ലേ? അവരുടെ സൗകര്യത്തിന് അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ജോലി ചെയ്യാം അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഓൾട്ടർനേറ്റീവ് വർക്ക് ഷെഡ്യൂളുകൾ അനുവദിച്ചു കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് WPM. എന്താണ്? നമ്മുടെ മാനേജ്മെന്റ് ഡിസിഷനുകൾ എടുക്കുന്ന കാര്യങ്ങളിൽ അല്ലെ, തീരുമാനങ്ങൾ എടുക്കൽ പ്രോസസ്സുകളില് എന്ത് ചെയ്യാം? നമ്മുടെ വർക്കേഴ്സിന്റെ അഡ്വൈസുകള്, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി, അവരുടെ നീഡ്സുകള്, അവരുടെ ഇൻട്രസ്റ്റുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വർക്കേഴ്സിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അവർ ഡിസിഷനുകൾ എടുക്കാം. അപ്പോഴെന്താണ്? നമ്മുടെ വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ലേ? മോട്ടിവേറ്റ് ചെയ്യുന്നില്ലേ? ഇതൊക്കെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഇംപ്രൂവ് ചെയ്യുന്നത്, വർദ്ധിപ്പിക്കുന്നതിനുള്ള സ്റ്റെപ്പുകൾ. അതൊക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഫസ്റ്റ് ഓർഗനൈസേഷൻ ബിഹേവിയർ മോഡിഫിക്കേഷൻ. ഓർഗനൈസേഷൻ ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് ഓർഗനൈസേഷന്റെ പെരുമാറ്റ പരിഷ്കരണങ്ങള്. നമ്മുടെ ഒരു ഓർഗനൈസേഷനില് എന്താണ്? സർട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ? ഏതൊരു കമ്പനി ആണെങ്കിലും ഏതൊരു ഓഫീസ് ആണെങ്കിലും അല്ലെ ഉണ്ടാവോ? ഉണ്ടാവും. അപ്പൊ നമ്മുടെ വർക്കേഴ്സിന് ഉചിതമായ രീതിയിൽ അത് മോഡിഫൈ ചെയ്യാം. അവിടുത്തെ എന്താണ് കൃത്യനിഷ്ഠത കാര്യത്തില്, അല്ലെങ്കിൽ ആ ഒരു ഹാജറിന്റെ കാര്യത്തില്, അല്ലെങ്കിൽ ടൈമിങ്ങിന്റെ കാര്യത്തില് എന്ത് ചെയ്യാം? മോഡിഫിക്കേഷൻ നമ്മുടെ വർക്കേഴ്സിന്റെ ആ ഒരു ഇൻട്രസ്റ്റിന്റെ അടിസ്ഥാനത്തില്, അല്ലെങ്കിൽ അവരുടെ ആവശ്യകതകളുടെ അടിസ്ഥാനത്തില് അത് അവരെ മോഡിഫൈ ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ക്ലിയർ അല്ലേ ഇത്രയും? നെക്സ്റ്റ് പേ ആൻഡ് ജോബ് പെർഫോമൻസ്. മിസ് നേരത്തെ പറഞ്ഞതാണ് പേ ഓഫൺ ക്യാൻ ബി യൂസ്ഡ് ടു മോട്ടിവേറ്റ് എംപ്ലോയി പെർഫോമൻസ്. എന്താണ്? ജീവനക്കാരുടെ പ്രകടനത്തെ അല്ലെ, അവരുടെ ആ ഒരു പെർഫോമൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നമുക്ക് എന്താണ്? പലപ്പോഴും ശമ്പളം ഉപയോഗിക്കാം അല്ലെ? പേ യൂസ് ചെയ്യാലോ. ഒരു തരക്കേടില്ലാത്ത ഒരു കമ്പനിയിൽ നിന്നുള്ള ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ, സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ നിന്ന് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിരസിക്കോ? നിങ്ങൾ വേണ്ടാന്ന് വെക്കോ? ഇല്ല അല്ലേ? അപ്പൊ എന്താണ്? അവിടെ പേക്ക് ഇമ്പോർട്ടന്റ് ഉണ്ടോ? ശമ്പളത്തിന് ഇമ്പോർട്ടന്റ് ഉണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ എന്താണ്? നമ്മുടെ എംപ്ലോയീസിന്റെ പ്രകടനം പെർഫോമൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷനുകൾക്ക് പലപ്പോഴും എന്ത് യൂസ് ചെയ്യാന്ന്? ശമ്പളം അല്ലെ? പേ ഉപയോഗിക്കാം, വേജസ് ഉപയോഗിക്കാം. ബട്ട് എ പേ പ്ലാൻ ഓൾസോ മസ്റ്റ് അല്ലെ? പക്ഷെ ഇങ്ങനെ ശമ്പളം ഉപയോഗിക്കാമെങ്കിലും എന്താണ്? ഒരു ശമ്പള പദ്ധതി ആവശ്യമാണ് അല്ലെ? തോന്നിയ പോലെ ശമ്പളം കൊടുക്കാൻ പറ്റുമോ?
അത് മറ്റു ഓർഗനൈസേഷനെ കൂടി ബാധിക്കില്ലേ? മറ്റു കമ്പനികളെ കൂടി ബാധിക്കോ? ഒരു കമ്പനിയില് തോന്നിയ പോലെ സാലറി കൊടുത്തു കഴിഞ്ഞാല് അവിടുത്തെ എംപ്ലോയീസ് പ്രശ്നം ഉണ്ടാക്കും അല്ലേ? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ പ്രശ്നം ഉണ്ടാക്കുമോ? ആ ഒരു കമ്പനിയിൽ എത്ര സാലറി കൊടുക്കുന്നുണ്ട് അല്ലെ? സെയിം പോസ്റ്റില് വർക്ക് ചെയ്യുന്ന ആൾക്ക് ഇത്ര രൂപ സാലറി ഉണ്ട്, പ്രശ്നം ഉണ്ടാക്കുമോ? ഉണ്ടാക്കും. അപ്പൊ ശമ്പളം നമുക്ക് ഉപയോഗിക്കാമെങ്കിലും അല്ലെ, നമ്മുടെ പെർഫോമൻസിനെ, നമ്മുടെ എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ പ്രോത്സാഹിപ്പിക്കാൻ ശമ്പളം ഉപയോഗിക്കാമെങ്കിലും ഒരു ശമ്പള പദ്ധതിയും അല്ലെ, പേ പ്ലാനും ആവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫസ്റ്റത്തേത്, ക്രിയേറ്റ് ദ ബിലീഫ് ദാറ്റ് ഗുഡ് പെർഫോമൻസ് ലീഡ് ടു ഹൈ ലെവൽ ഓഫ് പേ അല്ലെ, മികച്ച പ്രകടനം ഉയർന്ന വേതനത്തിലേക്ക് നയിക്കുമെന്ന വിശ്വാസം സൃഷ്ടിക്കുക അല്ലെ. നമ്മുടെ പെർഫോമൻസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സാലറി ഇൻക്രിമെന്റ് കിട്ടും എന്ന് നമ്മളിൽ അല്ലെ എംപ്ലോയീസിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുത്താൽ എന്താണ്, അവരിൽ നിന്ന് ബെറ്റർ ഔട്ട്കംസ് ലഭിക്കില്ലേ? അവരിൽ നിന്ന് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവോ? അപ്പൊ എന്താണ്, മികച്ച പ്രകടനം ഉയർന്ന വേതനത്തിലേക്ക് നയിക്കുമെന്ന വിശ്വാസം നമ്മുടെ തൊഴിലാളികൾക്കിടയില്, നമ്മുടെ എംപ്ലോയീസിന്റെ ഇടയില് സൃഷ്ടിക്കുക. ഓക്കെ ആണോ? ഫസ്റ്റത്തേതാണ് മിനിമൈസ് ദ നെഗറ്റീവ് കോൺസിക്വൻസസ് ഓഫ് ഗുഡ് പെർഫോമൻസ്. എന്താണ്, നല്ല പ്രകടനത്തിന്റെ നെഗറ്റീവ് ഫലങ്ങൾ കുറയ്ക്കുക. നല്ല പ്രകടനത്തിന്റെ നെഗറ്റീവ് ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഒരുപാട് ഓവർലോഡ് കൊടുക്കുക, അവർക്ക് ഒരുപാട് സ്ട്രെസ് കൊടുക്കുക, അവർക്ക് ഒരുപാട് വർക്ക് ചെയ്യുമ്പോൾ ടയേർഡ്നെസ് ഫീൽ ചെയ്യുക. അതെന്താണ്, നല്ല കാര്യമാണോ? അതവരെ പ്രകടനത്തെ ബാധിക്കില്ലേ? നല്ല പ്രകടനത്തെ ബാധിക്കോ? ഓവർലോഡ് കൊടുക്കുന്നത്, സ്ട്രെസ് കൊടുക്കുന്നത്, ടയേർഡ്നെസ് ഫീൽ ചെയ്യുന്നത് അവരുടെ പെർഫോമൻസിനെ ബാധിക്കില്ലേ? ബാധിക്കും. അപ്പൊ അതുകൊണ്ട് എന്താണ്, നല്ല പ്രകടനത്തിൽ ഉണ്ടാകുന്ന ആ ഒരു നെഗറ്റീവ് കോൺസിക്വൻസ് അല്ലെ, നെഗറ്റീവ് ഫലങ്ങള് കുറയ്ക്കുക. ഓക്കെ ആണോ? അത് രണ്ടും. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, ഇത്രയൊക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഇൻഡിവിജ്വലിറ്റി. ഓക്കെ അല്ല? കുറച്ചൊക്കെ ഉള്ളോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് പ്രോഗ്രാം അല്ലെ. അപ്പൊ നോക്കിയേ, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് പ്രോഗ്രാം QWL എന്നുണ്ട്. എല്ലാവിടെ മിസ്സിംഗ് ആണ്. എന്ന് എഴുതിയേ. ഓക്കെ, എഴുതിയോ? QWL, quality of work life, is defined as an attempt through a formal program to integrate employee needs and well-being with the intention of improved productivity, greater worker participation, and higher levels of job gratifications. അല്ലെ, എന്താണ് നമ്മുടെ തൊഴിൽ ജീവിത നിലവാരം അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ജീവനക്കാരുടെ വെൽബീയിങ്സ് അല്ലെ, ക്ഷേമവും അവരുടെ ആവശ്യകതകള്, നീഡ്സുകളും സമന്വയിപ്പിക്കുന്നതിനുള്ള ഒരു ഔപചാരിക, ഒരു നമ്മ അതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഫോർമൽ പ്രോഗ്രാം ആണെന്ന് പറഞ്ഞു അല്ലെ. ഒരു ഔപചാരിക പരിപാടിയിലൂടെ ശ്രമമായി നിർവചിക്കപ്പെടുന്നു. ഒരു മിനിറ്റ്. ഓക്കെ, എന്താണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്നത്? എന്താണ്, നമ്മുടെ ജീവനക്കാരുടെ വെൽബീയിങ്സ്, അവരുടെ ക്ഷേമവും അവരുടെ ആവശ്യകതകളും സമന്വയിപ്പിക്കുന്നതിനുള്ള, ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഫോർമൽ പ്രോഗ്രാം ആയിട്ട് നമ്മൾ നിർവചിക്കപ്പെടുന്നു. ഇതിന്റെ ഭാഗമായിട്ട് എന്താണ് ഉണ്ടാവുന്നത്? നമ്മുടെ എംപ്ലോയീസിലും ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി അല്ലെ, നല്ലൊരു ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, അവരെ നീഡ്സുകൾക്ക് അല്ലെ, അവരുടെ ആവശ്യകതകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരുടെ വെൽബീയിങ്സ്, ക്ഷേമത്തിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അവര് പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കോ? ഉത്പാദനക്ഷമത വർദ്ധിക്കോ? അവര് 100% അല്ലെ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യല്ലേ? ആണോ? അതുവഴി എന്താണ്, ഉത്പാദനക്ഷമത കൂടുന്നു,
കൂടാതെ എന്താണ് നമ്മുടെ വർക്കേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ വർദ്ധിക്കുന്നുണ്ട്, പങ്കാളിത്തം അല്ലെ. അവർ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളില് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളില് കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യോ അല്ലേ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് അവരുടെ കൂടെയാണെന്ന് അവർ ചിന്തിക്കും അല്ലെ. നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അവരുടെ കൂടെയാണെന്ന് അവർ ചിന്തിക്കോ. അവരുടെ നീഡ്സുകൾക്കും അവരുടെ വെൽബീയിങ്സിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാ ചിന്തിക്കോ? ചിന്തിക്കും അല്ലെ. അപ്പൊ അവരുടെ പാർട്ടിസിപ്പേഷൻ വർദ്ധിക്കുന്നുണ്ട് അല്ലെ. കൂടാതെ എന്താണ് ഹയർ ലെവൽസ് ഓഫ് ജോബ് ഗ്രാറ്റിഫിക്കേഷൻസ് അല്ലെ. അവർക്ക് ആ ജോലിയോടുള്ള ആ ഒരു സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കുന്നുണ്ടോ? ക്വാളിറ്റി അവരുടെ സേഫ്റ്റിക്ക് ഇംപ്രൂവ് കൊടുക്കുന്നുണ്ട്, അവരുടെ നീഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് കൊടുക്കുക, അതല്ലെങ്കിൽ അവർക്ക് എന്താണ് എഡ്യൂക്കേഷൻ അല്ലെ, അവരുടെ കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള എഡ്യൂക്കേഷൻ അലവൻസ് കൊടുക്കുക. കൂടുതൽ ബെനിഫിറ്റ്സുകൾ കൊടുത്തു കഴിഞ്ഞാല് എന്താണ് അവരുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കുന്നുണ്ടോ? അറിയേ സേഫ്റ്റി, സുരക്ഷിതത്വം ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ഉണ്ട് അല്ലെ. അപ്പൊ ഇത് ഈ ഒരു ക്വാളിറ്റി വർക്ക് ലൈഫ് എന്ന് പറയുന്നത് അവരുടെ വെൽബീയിങ്സും അവരുടെ ആവശ്യകതകളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫോർമൽ അല്ലെ ഔപചാരിക എന്താണ് പ്രോഗ്രാമാണ്. ഈ ഇതിലൂടെ എന്താണ് നമുക്ക് ഉത്പാദനക്ഷമത, പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും വർക്കേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ കൂടുതലാക്കാനും കൂടാതെ നമ്മുടെ വർക്കേഴ്സിന് നല്ല രീതിയിലുള്ള ഹയർ ലെവലിലെ നല്ല രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെ സംതൃപ്തി വർദ്ധിപ്പിക്കാനും കാരണമാകുന്നു. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് പ്രോഗ്രാം ഫോർ QWL അല്ലെ. നമ്മുടെ ക്വാളിറ്റി വർക്ക് ലൈഫ് improvements range from those require minor changes in the organization to those requiring extensive modification in structure, personnel and the utilization of resources. ഇതില് എന്താണ് നമ്മുടെ ക്വാളിറ്റി വർക്ക് ലൈഫ് ഇംപ്രൂവ്മെന്റ്സ് പ്രോഗ്രാമുകളിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ടെന്ന് നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്ന ചെറിയ ചേഞ്ചസ് മുതൽ എക്സ്റ്റെൻസീവ് മോഡിഫിക്കേഷൻസ് അല്ലെ വലിയ രീതിയിലുള്ള ചേഞ്ചസ് വരെ ഈ ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ പേഴ്സണൽ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അല്ലെ നമ്മുടെ ഓർഗനൈസേഷനിലെ പേഴ്സണൽ അതായത് എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ മറ്റു റിസോഴ്സുകളുടെ ഉപയോഗവും എല്ലാം ഈ ഒരു ക്വാളിറ്റി വർക്ക് ലൈഫ് പ്രോഗ്രാമിൽ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പൊ ചിലപ്പോ സമയത്തിൽ വരുത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോബ് റീഡിസൈൻ ആയിരിക്കാം അല്ലെ. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മുതൽ വലിയ രീതിയിലുള്ള എക്സ്റ്റെൻസീവ് മോഡിഫിക്കേഷൻസ് വരെ എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? QWL ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒന്നുകൂടി പറയണം. ഇപ്പൊ നമ്മുടെ കമ്പനിയില് ചിലപ്പോ നമ്മുടെ എന്താണ് നമ്മുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പല രീതിയിൽ നമ്മൾ സഹായിക്കാറുണ്ട് അല്ലെ. ചിലപ്പോ എന്താണ് നമുക്ക് ഡ്രിങ്കിങ് ഫെസിലിറ്റീസ്, വാട്ടറിന്റെ ഫെസിലിറ്റീസ് തരാറുണ്ട്, ചിലപ്പോ മീൽസ് തരാറുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ ഫെസിലിറ്റീസ് ആണ്, പക്ഷെ അതൊക്കെ നമ്മുടെ സാറ്റിസ്ഫാക്ഷനെ ബാധിക്കുന്നുണ്ടോ? ഇല്ലേ? ചെറിയ ചെറിയ രീതിയിലുള്ള ഇതാണെങ്കിലും ബാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു 11 മണിയാകുമ്പോൾ ഒരു ടീയും ഒരു ചെറിയൊരു സ്നാക്സും തരാം അല്ലെ. അല്ലെങ്കിൽ ഉച്ചക്ക് മീൽസ് പ്രൊവൈഡ് ചെയ്യാം. ആണോ? നമ്മുടെ ജോലി കുറെ എളുപ്പമാക്കുന്നുണ്ട് അല്ലേ. അതല്ലെങ്കിൽ നമ്മുടെ സാലറി ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് മോഡിഫിക്കേഷൻസ് ആണ് അല്ലെ. എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള എക്സ്റ്റെൻസീവ് മോഡിഫിക്കേഷൻസ് ആണ് അല്ലെ. ആണോ? അപ്പൊ ഇങ്ങനെ നമ്മുടെ കമ്പനിയിൽ വരുത്തുന്ന അല്ലെ ആ ഒരു ഓർഗനൈസേഷനിൽ വരുത്തുന്ന ചെറിയ മോഡിഫിക്കേഷൻസ് മുതൽ, ചെറിയ ചേഞ്ചസ് മുതൽ വലിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് വരെ നമ്മുടെ QWL ഉൾപ്പെടുന്നു. അതിൽ പേഴ്സണൽ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്, പേഴ്സണൽ എംപ്ലോയീസിന്റെ യൂട്ടിലൈസേഷൻ ആവാം, അല്ലെങ്കിൽ റിസോഴ്സുകൾ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള
മറ്റു വിഭവങ്ങളുടെ ഉപയോഗമാവാത്ത ഫുഡ്, അതല്ലെങ്കിൽ പ്രൊമോഷൻസ് കൊടുക്കുക അല്ലെ, അല്ലെങ്കിൽ ടൈമിങ് റീഡിസൈൻ ചെയ്യാം, അവർക്ക് അനുയോജ്യമായിട്ടുള്ള സമയം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ കഴിവുകൾക്ക് അനുസൃതമായിട്ട് എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കുറച്ചും കൂടിയും കൊടുക്കുക അല്ലെ. അതൊക്കെ ഉൾപ്പെടുന്നില്ലേ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫില്? നിങ്ങളുടെ സ്കില്ലുകളും നിങ്ങളുടെ എബിലിറ്റീസും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കുള്ള ജോലി തരാം. അത് ഉൾപ്പെടുന്നുണ്ടോ? അങ്ങനെ തന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് 100% എഫക്റ്റീവ് ആയിട്ട് ജോലി ചെയ്യാൻ സാധിക്കുമോ? നിങ്ങൾക്ക് അറിയാത്തൊരു ജോലി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം സക്സസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും? പറഞ്ഞേ, 100% സക്സസ് ആയിട്ട് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല അല്ലെ. അപ്പൊ നിങ്ങളുടെ കഴിവുകളും സ്കില്ലുകളും നിങ്ങളുടെ എബിലിറ്റീസും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കുള്ള ജോലി പ്രൊവൈഡ് ചെയ്യാം. അതെന്താണ്? ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് പ്രോഗ്രാം അല്ലേ? ആണോ? ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചേഞ്ചസ് മുതൽ വലിയ മോഡിഫിക്കേഷൻസ് വരെ ഈ ഒരു QWL ഉൾപ്പെടുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആയോ ബിൻഷ? നെക്സ്റ്റ് പറയുന്നത് 3 types of QWL programs are quality circles. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതില് 3 തരത്തിലുള്ള ക്വാളിറ്റി വർക്ക് ലൈഫ് പ്രോഗ്രാംസുകളാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ക്വാളിറ്റി സർക്കിൾസ്. ആൻഡ് വെട്ടി എന്നിട്ട് ആൻഡ് വെട്ടിയോട് എന്നിട്ട് കോമയാക്കിയേ quality circles, comma, the use of alternative work schedule. അല്ലെ, എന്താണ് അവർക്ക് ആ ഒരു വർക്കേഴ്സിന് അനുയോജ്യമായിട്ടുള്ള ഒരു വർക്ക് ഷെഡ്യൂൾസ് പ്രൊവൈഡ് ചെയ്യുക, ഓൾട്ടർനേറ്റീവ് വർക്ക് ഷെഡ്യൂൾസ് കൊടുക്കുക. ആൻഡ് ജോബ് റീഡിസൈൻ. ഓക്കെ, കറക്റ്റ് ചെയ്തോ? 3 types of QWL programs are quality circles, the use of alternative work schedules, and job redesign. അതിൽ ഫസ്റ്റത്തത് ക്വാളിറ്റി സർക്കിൾ ആണ്. ക്വാളിറ്റി സർക്കിൾസ് നോക്കിയേ. Quality circles are small group of workers who meet regularly with their supervisor as the circle leader to address work related issues. നമ്മുടെ ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ വർക്കേഴ്സിന്റെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളെയാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് ചെയ്യുന്നത്? ആ ഒരു വർക്കേഴ്സിന്റെ വർക്ക് റിലേറ്റഡ് ഇഷ്യൂസ് അല്ലെ, റെഗുലർ ആയിട്ട് വരുന്ന ആ ഒരു വർക്ക് റിലേറ്റഡ് ഇഷ്യൂസ് നമ്മുടെ മാനേജേഴ്സ്, സൂപ്പർവൈസർ എന്ത് ചെയ്യുന്നുണ്ട്? അവര് റെഗുലർ ആയിട്ട് മീറ്റ് ചെയ്യാണ് അല്ലെ. ആ ഒരു പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങൾ എന്താണ് അല്ലെ, അതെന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അല്ലെ, ആ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ വർക്കേഴ്സിന് വരുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് നമ്മുടെ ഈ ഒരു സൂപ്പർവൈസർ ആ ഒരു സ്മോൾ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെ ഇഷ്യൂസിനെ ആളാണ് വിലയിരുത്തുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു വലിയ ഗ്രൂപ്പിനെ വിലയിരുത്തുന്നതും അല്ലെ ചെറിയൊരു ഗ്രൂപ്പിനെ വിലയിരുത്തുന്നത് എങ്ങനെയായിരിക്കും? ചെറിയ ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം അല്ലെ. ഒരുപാട് ടൈം എടുക്കോ? സിമ്പിൾ ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാം. ഒരുപാട് ടൈം എടുക്കോ? ഇല്ല അല്ലെ. കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് അത് സോൾവ് ചെയ്ത് കൊടുക്കാം. പരസ്പരം എങ്ങനെയാണ് നല്ല രീതിയിൽ കോപ്പറേഷനും കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുന്നില്ലേ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാകുമ്പോൾ അല്ലേ? ഉണ്ട്. അപ്പൊ അങ്ങനെ അതെന്താണ്? നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവരുടെ സൂപ്പർവൈസറുടെ മേൽനോട്ടത്തില് ആ ഒരു സർക്കിൾ ലീഡറെ ആയിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നതിനെയാണ് ക്വാളിറ്റി സർക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പല ഗ്രൂപ്പുകളായിട്ട് ഇരിക്കാറുണ്ട് അല്ലെ. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനും ഓരോ വർക്കുകൾ കൊടുക്കും. ആണോ? പണ്ട് നമ്മൾ ചെയ്തിട്ടില്ലേ അങ്ങനെയൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെ? ഓരോ ഗ്രൂപ്പിനും ചിലപ്പോ ഓരോ ടോപ്പിക് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് അല്ലെ. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് അവരോട് സെമിനാർ ചെയ്യാനാ അസൈൻമെന്റ് ചെയ്യാനൊക്കെ പറയും അല്ലെ. അപ്പൊ നമ്മ എന്താ
നമ്മുടെ ഗ്രൂപ്പ് ബെറ്റർ ആവണം അല്ലെ, നമ്മുടെ ഗ്രൂപ്പ് ആയിരിക്കണം ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള ഒരു കോമ്പറ്റീഷൻ കൂടി നമ്മുടെ ഇടയിൽ വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്തോ എത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അല്ലേ, ആണോ? ആണ് അല്ലെ. അപ്പൊ അതേപോലെ എന്താണ് അവരെ ആ ഒരു തൊഴിൽപരമായിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി അവർ സൂപ്പർവൈസറെ സർക്കിൾ ലീഡറായി തിരഞ്ഞെടുത്ത് ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നതിനെയാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ അത്? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് QCS quality circles give the employee prospects for involvement, social need satisfaction, participation in work and improvement, challenge and opportunity for growth. ഇപ്പൊ മിസ് പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാവുമ്പോ എന്താണ് അവരുടെ ഇൻവോൾവ്മെന്റ് അല്ലെ, ഓരോ എംപ്ലോയീസിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരു 50 പേരുള്ള ഗ്രൂപ്പും ഒരു 10 പേരുള്ള ഗ്രൂപ്പും തമ്മിലൊന്ന് ആലോചിച്ച് നോക്കിയേ. 50 പേരുള്ള ഗ്രൂപ്പിൽ 50 പേർക്കും അവരുടെ അഡ്വൈസുകള്, അവരുടെ ഡിസിഷനുകള്, അവരുടെ കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നുണ്ടോ? അവരുടെ തോട്ട്സുകള് പറയാൻ സാധിക്കോ? 50 പേരുള്ള ഒരു ഗ്രൂപ്പ് ആവുമ്പോൾ ഇല്ല, സ്പേസ് ഉണ്ടാവില്ല അല്ലെ. ഒരു 10 പേരാവുമ്പോ നോക്കിയേ, അവർക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അല്ലെ. ഒരു അഭിപ്രായമല്ല, പല അഭിപ്രായങ്ങൾ അല്ലെ, അവര് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ വർക്കേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിക്കുന്നുണ്ട് അല്ലെ. കൂടാതെ സോഷ്യൽ നീഡ് സാറ്റിസ്ഫാക്ഷൻസ് അല്ലെ, എന്താണ് അവരുടെ ഡിസയർ അല്ലെ, അവരുടെ ആഗ്രഹങ്ങള്, അവർക്ക് സ്നേഹം കിട്ടുന്നുണ്ട്, അവർക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലെ, ആ ഗ്രൂപ്പിലുള്ള മറ്റാളുകളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഒരു റിലേഷൻ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ, ആണോ? അപ്പൊ അങ്ങനെയുള്ള ഒരു സോഷ്യൽ നീഡ് സാറ്റിസ്ഫാക്ഷൻ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ് പാർട്ടിസിപ്പേഷൻ ഇൻ വർക്ക് ഇംപ്രൂവ്മെന്റ് അല്ലെ, അവരുടെ വർക്ക് ഇംപ്രൂവ് ചെയ്യുന്നതിന് അവരുടെ ഓരോ എംപ്ലോയീസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലേ, അവർക്ക് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം അല്ലെ. അപ്പൊ ആ ഒരു വർക്ക് ഇംപ്രൂവ്മെന്റിന് അവരുടെ പാർട്ടിസിപ്പേഷനും അവർക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. പിന്നെ വെല്ലുവിളികള് അല്ലെ, അവർക്ക് ഒരുമിച്ച് നിന്ന് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ആ ഒരു വർക്ക് റിലേറ്റഡ് ഇഷ്യൂസ്, ചലഞ്ചസ് അല്ലെ, അവർക്ക് ഒരുമിച്ച് അല്ലെ, അവരൊരു യൂണിറ്റില് ഒരു ഐക്യത്തിൽ നിന്ന് അവർക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മ പറയാറുണ്ട്, ആളുകൾ കൂടുന്തോറും അതിന്റെ ഇടയിൽ എന്താണ് മുറുമുറുപ്പുകളും അല്ലെ ഉണ്ടോ? നിങ്ങൾ പറയാറുണ്ടോ? മുറുമുറുപ്പുകളും കൂടാൻ സാധ്യതയുണ്ട് അല്ലെ. ഇതോ ഉണ്ട് അല്ലെ. പക്ഷെ ചെറിയ ഗ്രൂപ്പ് ആവുമ്പോൾ അവർക്കിടയിൽ ഒരു യൂണിറ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലെ, ഐക്യം ഉണ്ടാവുന്നുണ്ട്. വലിയ ഗ്രൂപ്പുകളാണെങ്കിൽ ചിലപ്പോ വലിയ ഗ്രൂപ്പുകൾ പല ഗ്രൂപ്പുകളായി തിരിയാം അല്ലെ, ആണോ? അപ്പൊ ആ ഒരു ചലഞ്ചസ് അവർക്ക് ഒരുമിച്ച് നിന്ന് അല്ലെ, നമ്മുടെ വർക്ക് റിലേഷൻ ചലഞ്ചസ്, വെല്ലുവിളികള് അവർക്ക് ഒരുമിച്ച് നിന്ന് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ അവരുടെ ഉയർച്ചയ്ക്കുള്ള അല്ലെ ഓരോ വർക്കേഴ്സിന്റെയും ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടോ? അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് അല്ലെ. ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് ഈ ഒരു ക്വാളിറ്റി കൗൺസിൽ കൊണ്ടുള്ള നേട്ടങ്ങളാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. They are in essence vehicle for providing employees with opportunities to satisfy lower and upper levels of needs as stated by Maslow through the motivators described in Herzberg's theory. നമ്മുടെ ഹെർസ്ബർഗ്സ് തിയറിയിലെ പ്രചോദകങ്ങൾ അല്ലെ, മോട്ടിവേറ്റേഴ്സ് വഴി നമ്മുടെ മാസ്ലോയിലുള്ള ഹയർ ലെവൽ നീഡ് മുതൽ ലോവർ ലെവൽ നീഡ്സ് മുതൽ എന്താണ് ഹയർ ലെവൽ നീഡ്സ് വരെ ഉണ്ട് അല്ലെ. മാസ്ലോയുടെ തിയറിയില് ഓർമ്മയുണ്ടോ? ഹൈറാർക്കി മിസ് എടുത്താണ്. സൈക്കോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ബിലോങ്ങിങ് നീഡ്സ് അല്ലെ. അപ്പൊ അത് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അല്ലെ, അത് നമുക്ക് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട്
ഈ കാര്യങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലെ. വെഹിക്കിൾസ് ആയിട്ട്, വാഹനങ്ങളായി സഹായിക്കുന്നുണ്ട്. ഈ സോഷ്യൽ നീഡ് സാറ്റിസ്ഫാക്ഷൻസ്, പാർട്ടിസിപ്പേഷൻസ്, നമ്മുടെ ഇൻവോൾവ്മെന്റ്, ചലഞ്ചസ്, ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്തുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് അതില് ഹെർസ്ബർഗ് തിയറി പറയുന്നുണ്ട്. അറിയോ അത്? കേട്ടിട്ടുണ്ടോ ഹെർസ്ബർഗ് തിയറി? നമ്മുടെ ഹെർസ്ബർഗ് പറയുന്നത് നമ്മുടെ ജോലിയുടെ സംതൃപ്തിയും അസംതൃപ്തിയും രണ്ട് വ്യത്യസ്ത ഘടകങ്ങളാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത് അല്ലെ. നമുക്ക് എന്താണ്, നമുക്ക് ചില ജോലി ചെയ്യുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, ചിലത് ചെയ്യുമ്പോൾ എന്താണ്, ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ. ആണോ? അസംതൃപ്തിയാണ് ലഭിക്കുന്നത്. ആണോ? ആണ്. അപ്പൊ ഇത് ഉണ്ടാക്കുന്നത്, ഈ സംതൃപ്തിയും അസംതൃപ്തിയും ഉണ്ടാക്കുന്നത് രണ്ട് വ്യത്യസ്ത, രണ്ട് ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആണ് ഉണ്ടാക്കുന്നത്. ആ രണ്ട് ഡിഫറെന്റ് ഫാക്ടേഴ്സില് ഒന്നാമത്തത് ശുചിത്വ ഘടകങ്ങള്, ഹൈജീൻ ഫാക്ടേഴ്സും, രണ്ടാമത് പറയുന്നത് പ്രേരക ഘടകങ്ങൾ, മോട്ടിവേറ്റേഴ്സും ആണ്. ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? ഹെർസ്ബർഗ് തിയറി. ഒരാൾക്ക് അയാളുടെ ജോലിയുടെ സംതൃപ്തിയും അസംതൃപ്തിയും ഉണ്ടാക്കുന്നത് രണ്ട് വ്യത്യസ്ത ഘടകങ്ങളാണ്. അത് ഒന്ന് ശുചിത്വ ഘടകങ്ങളും രണ്ടാമത്തത് മോട്ടിവേറ്റേഴ്സ്, പ്രേരക ഘടകങ്ങളും. അതില് ഹൈജീൻ ഫാക്ടേഴ്സ് അതല്ലെങ്കിൽ ശുചിത്വ ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ഘടകങ്ങള് നമ്മുടെ ആ ഒരു തൊഴിൽ എൻവിയോൺമെന്റ്, വർക്ക് എൻവിയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് ജോലിക്ക് തന്നെ ബാഹ്യമായി കണക്കാക്കപ്പെടുന്നു. നമ്മുടെ ജോലിയുടെ തന്നെ എക്സ്റ്റേണൽ ഫാക്ടർ ആയിട്ട് എന്ത് കണക്കാക്കപ്പെടുന്നു? ഈ ഹൈജീൻ ഫാക്ടേഴ്സ് കണക്കാക്കപ്പെടുന്നു. ആ ഒരു ഫാക്ടേഴ്സ്, നമ്മുടെ തൊഴിലിന്റെ ആ ഒരു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്താണ്? നമ്മുടെ തൊഴിലിന്റെ അസംതൃപ്തി തടയുന്നു. നമ്മുടെ തൊഴിലിൽ എന്താണ്? നമുക്ക് അസംതൃപ്തി ഉണ്ടാക്കുന്നില്ല, പക്ഷെ എന്താണ്? സംതൃപ്തിയും സൃഷ്ടിക്കണമെന്നില്ല എന്നാണ് നമ്മുടെ ഹെർസ്ബർഗ് പറയുന്നത്. ഓക്കെ, അതായത് എന്താണ് ഈ ഒരു ഒന്നുകൂടി പറയാം. ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ തൊഴിൽ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളെയാണ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ജോലിയുടെ സുരക്ഷ, നമ്മുടെ സൂപ്പർവിഷൻ അല്ലെ, നമുക്ക് കിട്ടുന്ന സൂപ്പർവിഷൻ, മേൽനോട്ടങ്ങള്, നമ്മുടെ ആ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതെന്താണ്? നമ്മുടെ അസംതൃപ്തി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അസംതൃപ്തി ഇല്ലാതാക്കാനല്ലേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് സേഫ്റ്റി തരുന്നത്, നമുക്ക് സൂപ്പർവിഷൻ നൽകുന്നത് അതല്ലേ. എന്ന് വെച്ച് നമുക്ക് സംതൃപ്തി ഉണ്ടാക്കോ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് സംതൃപ്തി ഉണ്ടാക്കോ? ഇല്ല അല്ലേ. എന്ന് വെച്ച് നമുക്ക് അത് സംതൃപ്തി ഉണ്ടാക്കണമെന്നില്ല. ഓക്കെ ആയോ? ഓക്കെ ആണോ? രണ്ടാമത് വരുന്നത് മോട്ടിവേറ്റേഴ്സ് അല്ലെ. ഈ ഘടകങ്ങള് ആ ഒരു വർക്കിന്റെ ഉള്ളടക്കത്തിൽ, ആ ഒരു വർക്കിന്റെ ഇന്റേണൽ ആയിട്ട് ഉള്ള അന്തർലീനമായിട്ടുള്ള ഘടകങ്ങളെയാണ് എന്ത് പറയുന്നത്? മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ മോട്ടിവേറ്റേഴ്സ് എന്താണ്? വ്യക്തിഗത പൂർത്തീകരണവും പിന്നെ എന്താണ്? നമ്മുടെ എംപ്ലോയീസിന്റെ വളർച്ചയ്ക്കും കാരണമാകുന്നു. ഇതെന്താണ്? വ്യക്തിഗത പൂർത്തീകരണം, നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ ലെവലിലേക്ക് എത്തിക്കില്ലേ? സെൽഫ് ആക്ച്വലൈസേഷൻ ലെവലിലേക്ക്. അങ്ങനെയുള്ള വ്യക്തിഗത പൂർത്തീകരണവും നമ്മുടെ എംപ്ലോയീസിന്റെ വളർച്ചയ്ക്കും കാരണമാകുന്നു. ഓക്കെ, ആ ഒരു ഇതെന്താണ്? നമ്മുടെ ഇത്തരം കാര്യങ്ങള് നമുക്ക് തൊഴിൽ സംതൃപ്തിയും നമ്മളിൽ പ്രചോദനവും ഉണ്ടാക്കുന്നു. ഈ മോട്ടിവേറ്റേഴ്സ് എന്താണ്? ഒരു വ്യക്തിയിൽ, ഒരു വർക്കറില് എന്താണ്? ജോലി സംതൃപ്തിയും പ്രചോദനവും സൃഷ്ടിക്കുന്നു. എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അച്ചീവ്മെന്റുകള് നമ്മളിൽ എന്താണ്? സംതൃപ്തി ഉണ്ടാക്കുന്നുണ്ടോ? നമ്മളിൽ പ്രചോദനം നൽകുന്നുണ്ടോ? അച്ചീവ്മെന്റ്സുകള്, റിവാർഡുകൾ കിട്ടുക, അല്ലെങ്കിൽ ബെസ്റ്റ് എംപ്ലോയർ ആയിട്ട് ആ വർഷത്തെ ബെസ്റ്റ് എംപ്ലോയർ ആയിട്ട് എംപ്ലോയി ആയിട്ട് തിരഞ്ഞെടുക്കാം.
നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ? നിങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ എന്താണ്? അച്ചീവ്മെന്റുകൾ, റെക്കഗ്നിഷൻ, അംഗീകാരം ലഭിക്കാം, നമുക്ക് പ്രൊമോഷൻ കിട്ടാം, നല്ല വർക്ക് ചെയ്തു, ഈ വർഷത്തെ ഗുഡ് എംപ്ലോയർ ആണ്, അതുകൊണ്ട് നിങ്ങൾ എന്താണ് സ്റ്റാഫിൽ നിന്ന് മാനേജറായിട്ട് അംഗീകരിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് പ്രൊമോഷൻ തന്നിരിക്കുന്നു, അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജറിൽ നിന്ന് മാനേജർ ആക്കിയിരിക്കുന്നു. നമുക്ക് സംതൃപ്തി കിട്ടുന്നുണ്ടോ? പ്രചോദനം ലഭിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ഇതാണ് മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹേഴ്സ്ബർഗിലെ മോട്ടിവേറ്റേഴ്സ് അല്ലെ, പ്രചോദകങ്ങള് നമ്മുടെ എന്താണ് ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിൽ നിന്ന് നമ്മുടെ മാസ്ലോവിന്റെ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് നയിക്കുന്ന വാഹനങ്ങളാണ് ഈ ഒരു QCS പറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? QCS പറയുന്ന ചലഞ്ചസ്, ഓപ്പർച്യൂണിറ്റി, വർക്ക് ഇംപ്രൂവ്മെന്റുകൾ അല്ലെങ്കിൽ സോഷ്യൽ നീഡ് സാറ്റിസ്ഫാക്ഷൻസ് ഒക്കെ നമ്മുടെ എന്താണ് ഹെർസ്ബർഗിന്റെ മോട്ടിവേറ്റേഴ്സ് പറയുന്ന പോലെ എന്താണ് നമ്മുടെ മാസ്ലോവിന്റെ തിയറിയിലെ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് നമ്മൾ എത്തിക്കുന്നതിനുള്ള അല്ലെങ്കിൽ നമ്മളെ എന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള ഘടകങ്ങളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു സെന്റൻസ് ഓക്കെ ആണോ എല്ലാവർക്കും? ഒരു മിനിറ്റ് കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് ഓൾട്ടർനേറ്റീവ് വർക്ക് ഷെഡ്യൂൾസിൽ എന്താണ് നമുക്ക് അനുയോജ്യമായിട്ടുള്ള വർക്ക് ഷെഡ്യൂൾസുകൾ തരാം അല്ലെ. ഓർഗനൈസേഷൻ ഓൾസോ ഫ്രീക്വന്റ്ലി യൂസ് ദ മോഡിഫൈഡ് വർക്ക് വീക്സ് as a way to increase employee motivations. എന്താണ് നമ്മുടെ എംപ്ലോയീസിന്റെ ആ ഒരു മോട്ടിവേഷൻ പ്രചോദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് നമ്മുടെ സ്ഥാപനങ്ങൾ എന്താണ് ഇങ്ങനെയുള്ള മോഡിഫൈഡ് വർക്ക് വീക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതില് ഈ മോഡിഫൈഡ് വർക്ക് വീക്ക് ക്യാൻ ബി എനി വർക്ക് ഷെഡ്യൂൾ ദാറ്റ് ഡസ് നോട്ട് conform to traditional 8 hours a day or 5 days a week ഫോർമാറ്റിൽ എന്താണ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതിയിൽ നിന്നുള്ള മോഡിഫിക്കേഷൻസ് ആണ് അല്ലെ. ഒരു ദിവസത്തില് നമ്മൾ 8 മണിക്കൂർ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിൽ 5 ദിവസം, 5 ദിവസമല്ല മിക്കവാറും എന്താണ് 6 ദിവസമാണ് അല്ലെ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നത് അല്ലെ. നമുക്ക് സൺഡേ മാത്രമല്ലേ അവധി കിട്ടാറുള്ളൂ അല്ലെ, 6 days അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ട്രഡീഷണൽ രീതിയിലാണ് നമ്മുടെ ഓർഗനൈസേഷൻ എന്ത് വരുത്തുന്നത്, ചേഞ്ചസ് വരുത്തുന്നത്. ദ മോഡിഫൈഡ് വർക്ക് വീക്ക് ഹെൽപ്പ്, അതായത് മിസ് പറഞ്ഞ പോലെ എന്താണ് നമുക്ക് 10 മണി ഒരു ദിവസം, ഒരാഴ്ചയില് 4 ദിവസം, 4 ദിവസത്തിലും 4 ദിവസം എന്താണ് 10 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ എത്ര ദിവസം വർക്ക് ചെയ്തു? ഇതിൽ പറയുന്നത് പോലെ 8 into 5 ആണെങ്കിലോ 40 hours വർക്ക് ചെയ്തില്ല ഓൾറെഡി നമ്മ 4 ദിവസം കൊണ്ട് വർക്ക് ചെയ്തു. ബാക്കി 3 ദിവസം നമുക്ക് ഫ്രീ ആയില്ലേ, നമുക്ക് ചിലപ്പോ നമ്മുടെ ഫാമിലിയുടെ ഒപ്പം ചെലവഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ജോലീസ് ചെയ്യാം അല്ലേ, ആണോ? അപ്പൊ നമുക്ക് 2 രീതിയിലെ പൈസ കിട്ടുന്നുണ്ട് അല്ലെ, പേയ്മെന്റ് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വർക്ക് ഷെഡ്യൂളുകള് അതല്ലെങ്കിൽ നമുക്ക് എന്താണ് ഷിഫ്റ്റ് വർക്ക് ചെയ്യാം. നമ്മൾ മിസ് പറഞ്ഞ പോലെ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, കാലത്ത് പഠിക്കാൻ പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം അവര് ഡ്യൂട്ടിക്ക് കയറല്ലേ.
ആണോ? അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കാനുള്ള പൈസ അവർക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? സ്വയം ഏൺ ചെയ്ത് പഠിക്കാം അല്ലേ? നല്ല കാര്യമാണ് അല്ലെ ഇത്? അങ്ങനെ പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എന്താണ് വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം ചെയ്യാം. അപ്പൊ നമുക്ക് വീട്ടുകാര്യങ്ങളും നടക്കാം, അതോടൊപ്പം നമുക്ക് ജോലിയും ചെയ്യാം, പൈസയും സമ്പാദിക്കാം. ആണോ? അപ്പൊ അതൊക്കെ എന്താണ് നമ്മുടെ വർക്കേഴ്സിനെ മോട്ടിവേഷൻ ചെയ്യുന്നുണ്ടോ? മോട്ടിവേഷൻ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇത്തരത്തിലുള്ള വർക്ക് എന്താണ് ഷെഡ്യൂളുകൾ നമ്മുടെ പല ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ദ മോഡിഫൈഡ് വർക്ക് വീക്ക് help individuals satisfy higher level needs by providing more personal controls over one's work schedule. അല്ലെ? എന്താണ് നമുക്ക് ഇങ്ങനെയുള്ള വർക്ക് ഷെഡ്യൂളുകൾ തരുമ്പോൾ അവരെ ഹയർ ലെവൽസ് ഓഫ് നീഡ്സുകൾ നമ്മുടെ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പൊ മിസ് പറഞ്ഞ പോലെ പഠിക്കുന്ന കുട്ടികള് എന്താണ് ബാക്കി സമയത്ത് അവർ ജോലി ചെയ്യാണ് അല്ലേ? ആ ജോലി കുറച്ച് സമയം അവർക്ക് പഠിക്കാൻ കിട്ടുന്നുണ്ട്, ബാക്കി സമയം അവർ ജോലി ചെയ്യുന്നുണ്ട്, അവർക്ക് പൈസ സമ്പാദിക്കാനും സാധിക്കുന്നുണ്ട് അല്ലെ? അവരെന്താണ് ഹയർ ലെവൽ നീഡ്സുകൾ അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടോ? ഒരു 3 വർഷം കഴിയുമ്പോഴേക്കും അവരിൽ ഡിഗ്രി കിട്ടി, കയ്യിൽ ഡിഗ്രിയും കിട്ടി, അവർക്ക് എന്താണ് ഒരു എക്സ്പീരിയൻസും ആയി അല്ലേ? ആണോ? അല്ലേ? എക്സ്പീരിയൻസ് ആണ് അല്ലെ? അപ്പൊ ഈ ഒരു വർക്ക് ഷെഡ്യൂളുകൾ എന്താണ് നമ്മുടെ എംപ്ലോയീസിനെ ഹയർ ലെവൽ നീഡ്സുകൾ എന്താണ് അവര് മോർ പേഴ്സണൽ കൺട്രോൾ ഓവർ വൺസ് വർക്ക് ഷെഡ്യൂൾ, ആ ഒരു വർക്ക് ഷെഡ്യൂളുകളിൽ അവർക്ക് കൂടുതലായിട്ടുള്ള ഹയർ ലെവൽ നീഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. It also provides an occasion to fulfill several needs at the same time. ആ ഒരു സെയിം സമയമായിട്ട് തന്നെ അവർക്ക് പല ആവശ്യങ്ങളും നിറവേറ്റാൻ സാധിക്കുന്നുണ്ട് അല്ലെ? അവസരം കൂടി ഇത് നൽകുന്നുണ്ട്. ഇപ്പൊ പഠിക്കാൻ സാധിക്കുന്നുണ്ട്, ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പൈസ സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട്. ആണോ? ആണ് അല്ലെ? അപ്പൊ എന്താണ് ഇത് അവരെ പല സെവറൽ നീഡ്സുകൾ, പല ആവശ്യങ്ങളും അവർക്ക് നിറവേറ്റാനായി ഈ വർക്ക് ഷെഡ്യൂളുകൾ, ഓൾട്ടർനേറ്റീവ് വർക്ക് ഷെഡ്യൂളുകൾ അവരെ സഹായിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഒരു മിനിറ്റ്. The modified work week helps individuals satisfy higher level needs by providing more personal control over one's work schedule. എന്താണ് ഒരാളുടെ ജോലി ഷെഡ്യൂളുകളിൽ കൂടുതൽ വ്യക്തിപരമായിട്ടുള്ള നിയന്ത്രണം നിലനിർത്തിക്കൊണ്ടാണ് അല്ലെ ഹയർ ലെവൽ നീഡ്സുകൾ അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നത്. ആണോ? 12 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ ജോലി ചെയ്യണം അല്ലെ? അത് കൺട്രോൾ ആണോ? അവര് ജോലിയിൽ വരുത്തുന്ന കൺട്രോൾ ആണ് അല്ലെ? ഒരാളുടെ ജോലി ഷെഡ്യൂളിൽ വരുത്തുന്ന കൺട്രോൾ ഇല്ലേ? ആഴ്ചയില്ല അല്ലെ 4 ദിവസം 10 മണിക്കൂർ ജോലി ചെയ്താലാണ് 3 ദിവസം ഓഫ്. ആണോ? ആണ് അല്ലെ? അപ്പൊ അവരുടെ ആ ഒരു വർക്ക് ഷെഡ്യൂളുകളില് കൂടുതൽ വ്യക്തിപരമായിട്ടുള്ള നിയന്ത്രണം നൽകിക്കൊണ്ട് എന്താണ് നമ്മൾ വർക്ക് ഷെഡ്യൂളുകൾക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വർക്ക് ഷെഡ്യൂളുകൾ നൽകുന്നുണ്ടെങ്കിലും അതിൽ കൺട്രോൾ കൊടുക്കുന്നുണ്ട് അല്ലെ? നിയന്ത്രണം നൽകിക്കൊണ്ട് ഉയർന്ന തലത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ പരിഷ്കരിച്ച ഓൾട്ടർനേറ്റീവ് വർക്ക് ഷെഡ്യൂളുകൾ സഹായിക്കുന്നു. കൂടാതെ ഒരേ സമയം നിരവധി ആവശ്യങ്ങൾ നിറവേറ്റാനും നമ്മുടെ എംപ്ലോയീസിനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു, സഹായിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ജോബ് റീഡിസൈൻ. നേരത്തെ മിസ് പറഞ്ഞാണ് job redesign or changing the nature of people job also being used more as a motivational techniques. എന്താണ് നമ്മുടെ പീപ്പിൾസ് അല്ലെ വ്യക്തികൾക്കിടയിലുള്ള ജോലി പുനർരൂപീകരണ അല്ലെങ്കിൽ ആളുകളുടെ ജോലിയുടെ സ്വഭാവം
എന്താണ് മാറ്റുന്നതിനുള്ള ഒരു പ്രചോദനാത്മകമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ജോബ് റീഡിസൈൻ ഉപയോഗിക്കാം അല്ലെ. എന്താണ് നമ്മുടെ ആളുകളുടെ റെസ്പോൺസിബിലിറ്റീസും റോളാണല്ലേ ചേഞ്ച് ചെയ്യുന്നത് അല്ലെ? ആണോ? ജോബ് റീഡിസൈൻ ചെയ്യാണ്, ജോലി പുനഃക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ എബിലിറ്റീസും അവരുടെ സ്കില്ലുകളും അനുസരിച്ച് അവരുടെ ജോലി എന്താണ് നമ്മൾ ഒന്നുകൂടി പുനഃക്രമീകരിക്കുകയാണ്. അപ്പൊ എന്താണ് ജോലി രൂപകൽപ്പന, ജോബ് റീഡിസൈൻ അല്ലെങ്കിൽ ജോബ് ചേഞ്ചിങ് അല്ലെ, ജോലി ചേഞ്ച് വരുത്തുക. ദ നേച്ചർ ഓഫ് പീപ്പിൾ ജോബ് ഓൾസോ ബീങ് യൂസ്ഡ് മോർ ആസ് എ മോട്ടിവേഷണൽ ടെക്നിക്സ്. ഇതെന്താണ് നമ്മുടെ ആളുകളുടെ ജോലിയുടെ സ്വഭാവം മാറ്റുന്നതിനുള്ള ഒരു മോട്ടിവേഷണൽ ടെക്നിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ദ ഐഡിയ ഹിയർ ദാറ്റ് ദ മാനേജേഴ്സ് ക്യാൻ യൂസ് എനി ഓഫ് ദി ഓൾട്ടർനേറ്റീവ്സ്. നമുക്ക് ഇതില് എന്താണ് നമ്മുടെ മാനേജേഴ്സിന് പല ഓൾട്ടർനേറ്റീവ്സുകളും യൂസ് ചെയ്യാം. എന്താണ് ജോബ് റൊട്ടേഷൻ ചെയ്യാം, ജോബ് എൻലാർജ്മെന്റ് നടത്താം, അല്ലെങ്കിൽ ജോബ് എൻറിച്ച്മെന്റ് ആസ് എ പാർട്ട് ഓഫ് എ മോട്ടിവേഷണൽ പ്രോഗ്രാം. ഈ ഒരു ജോബ് റീഡിസൈനിൽ ഉൾപ്പെടുന്ന മറ്റു ടെക്നിക്സുകളാണ് ജോബ് റൊട്ടേഷൻ, ജോബ് എൻലാർജ്മെന്റ്, ജോബ് എൻറിച്ച്മെന്റ്. ജോബ് റൊട്ടേഷനും ജോബ് എൻലാർജ്മെന്റും ജോബ് എൻറിച്ച്മെന്റും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കേട്ടിട്ടുണ്ട്. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് പുതിയ കാര്യങ്ങൾ, പുതിയ സ്കില്ലുകളും പുതിയ കഴിവുകൾ അല്ലെ, എബിലിറ്റീസ് ഒക്കെ അവർക്ക് നേടുന്നതിന് വേണ്ടി എന്താണ് പുതിയ സ്കില്ലുകളും പുതിയ എബിലിറ്റീസും അവർക്ക് ഏൺ ചെയ്യുന്നതിന് വേണ്ടി, അവര് ആർജിക്കുന്നതിന് വേണ്ടി എന്താണ് വ്യത്യസ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് അവരെന്ത് ചെയ്യാ, വ്യത്യസ്ത വകുപ്പുകളിലേക്കോ അല്ലെങ്കിൽ വ്യത്യസ്ത റോളുകളിലേക്കോ മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്? ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അവർക്ക് പുതിയ സ്കില്ലുകളും പുതിയ എബിലിറ്റീസും പുതിയ ജോലികളും അല്ലെ, പുതിയ വ്യത്യസ്ത പ്രവർത്തനങ്ങളെ കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടി അവരെന്താണ് വ്യത്യസ്ത റോളുകളിലേക്കോ അല്ലെങ്കിൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലേക്കോ മാറ്റുന്നതിനെയാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ ആണോ ജോബ് റൊട്ടേഷൻ? നെക്സ്റ്റ് പറയുന്നത് ജോബ് എൻലാർജ്മെന്റ്, ജോലി വിപുലീകരിക്കുക. അപ്പൊ അതിൽ തന്നെ ഉണ്ട് അല്ലെ, എൻലാർജ് ചെയ്യാണ്. എന്താണ് എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാൽ? അവരുടെ ജോലിയോട് കൂടി അവർക്ക് എക്സ്ട്രാ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയും റോളുകൾ കൊടുക്കാം. ക്ലിയർ ആയോ? എൻലാർജ് ചെയ്യാം. ഒരു ജീവനക്കാരന്റെ, ഒരു സ്റ്റാഫിന്റെ നിലവിലുള്ള ജോലിയോട് സമാനമായിട്ടുള്ള എന്താണ് മറ്റു ജോലികൾ അവരുടെ ജോലിയോടൊപ്പം ചേർക്കുക. ഉള്ളതിൽ കൂടുതൽ കൊടുക്കുക, കൂടുതൽ റെസ്പോൺസിബിലിറ്റീസും കൂടുതൽ ഉത്തരവാദിത്തങ്ങളും കൂടുതൽ ഡ്യൂട്ടീസ് അവർക്ക് കൊടുക്കുക. അവര് ചെയ്യുന്ന ജോലികൾക്ക് സമാനമായിട്ടുള്ളതായിരിക്കണം കേട്ടോ. അല്ലാണ്ട് വേറെ ഡിപ്പാർട്ട്മെന്റിലോ വേറെ സെക്ഷനിലല്ല, അവര് ചെയ്യുന്ന ജോലിയോട് സമാനമായിട്ടുള്ള മറ്റു ജോലികൾ അവർക്ക് നൽകുന്നതിനെയാണ് ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ജോബ് എൻറിച്ച്മെന്റ്. എന്താണ്? ജോലി സമ്പുഷ്ടീകരണം എന്ന് പറയും. എന്തായിരിക്കും അപ്പൊ അത്? എന്തായിരിക്കും? അവരുടെ ജോലി എൻലാർജ്മെന്റ് പോലെ തന്നെ അവർക്ക് എന്താണ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. പക്ഷെ എന്താണ് ചലഞ്ചിങ് ആയിട്ടുള്ള ജോലികളൊക്കെ കൊടുക്കില്ല ഒരാൾക്ക് കൂടുതല്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പേഴ്സണൽ ഗ്രോത്തും അല്ലെ, വ്യക്തിഗതമായിട്ടുള്ള വളർച്ചയും അവരുടെ എന്താണ് സ്കില്ലുകളൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ടോ? പ്രോബ്ലം സോൾവിംഗ് ഒക്കെ, ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിംഗ് ഒക്കെ വർദ്ധിപ്പിക്കുന്നില്ലേ?
അതാണ് ജോബ് എൻറിച്ച്മെന്റ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയുള്ള ടെക്നിക്സുകൾ നമുക്ക് എന്തിൽ ഉപയോഗിക്കാം? നമ്മുടെ മാനേജേഴ്സിന് ജോബ് റീഡിസൈനില് ഇത്തരത്തിലുള്ള ടെക്നിക്സുകൾ ഉപയോഗിക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് എക്സ്പെക്ടൻസി തിയറി ഹെൽപ്സ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് വർക്ക് ഡിസൈൻ ഇൻ ഇൻസ്പിരേഷൻ അല്ലെ. എക്സ്പെക്ടൻസി തിയറി ജോലി രൂപകൽപ്പനയുടെ പങ്ക് വിശദീകരിക്കാൻ സഹായിക്കുന്നു. എക്സ്പെക്ടൻസി തിയറി എന്ന് പറയുന്നത് ഒരു ആളെ മുന്നോട്ട് നയിക്കുന്നത്, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ എക്സ്പെക്ടേഷൻസ് ആണ് അല്ലെ, നമ്മുടെ പ്രതീക്ഷകളല്ലേ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്, ആണോ? ആണ്. അപ്പൊ ആ ഒരു തിയറി അനുസരിച്ച് എന്താണ് നമ്മുടെ ജോലിയുടെ രൂപകൽപ്പനയുടെ നമ്മുടെ ജോലിയെ കുറിച്ച് ആ ഒരു ഡിസൈൻ അല്ലെ, ഡിസൈൻ ചെയ്യാനായിട്ട് എന്താണ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോരുത്തരുടെയും എക്സ്പെക്ടേഷൻസ് അല്ലെ, അവരുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ചമായിട്ട് എന്ത് ചെയ്യാം, അവർക്ക് ഡ്യൂട്ടീസ് കൊടുക്കുക അല്ലെ. ഓരോരുത്തരുടെയും പ്രതീക്ഷകൾക്ക് അനുസൃതമായിട്ട് എക്സ്പെക്ടേഷൻസ് അനുസരമായിട്ട് ജോലികൾ നൽകുക എന്നാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്, എക്സ്പെക്ടൻസി തിയറിയിൽ പറയുന്നത്. ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി മിസ്സല്ല, ചിലപ്പോ നാളെ ആദ്യം മിസ് എടുക്കും കേട്ടോ. ബാക്കി സെക്ഷൻ ഫിസിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ ക്വാളിറ്റീസ് മിസ് എടുക്കേ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.